നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല ചെയ്യുന്നത്. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഈ വ്യക്തിയുടെ മുഖമോർത്ത് ഈ വായന കാണൂ. തീർച്ചയായിട്ടും നമുക്കിവിടെ ഇപ്പോഴത്തെ എനർജി പ്രകാരം പറയുവാൻ സാധിക്കുന്നത്, ഇവിടെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ഒരുപാട് വിള്ളലുകൾ സംഭവിച്ചതായി നമുക്ക് കാണാം. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പൊട്ടിമുളച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധികളായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ രണ്ടുപേരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നല്ല രീതിയിൽ തന്നെ അത് അനുഭവിക്കേണ്ട അവസ്ഥ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഒന്നിലധികം സ്ത്രീകളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ കൂടെയുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അമ്മയോ മറ്റ് ബന്ധുമിത്രാദികളോ ആയിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന ശത്രു ഒരു സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ പൊട്ടിമുളച്ചപ്പോൾ തന്നെ നിങ്ങൾക്കിടയിൽ ഇഷ്ടക്കേടുകൾ വന്നു തുടങ്ങി. അതിലൂടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങളിലൂടെയും തല്ലുപിടുത്തങ്ങളിലൂടെയും നിങ്ങളുടെ ബന്ധങ്ങൾക്ക് വളരെയധികം വിള്ളലുകൾ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തിലല്ല, വിഷമത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു ദാമ്പത്യ ജീവിതമാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ഇത് ഡിവോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ പോലും മറ്റുള്ളവർ പറഞ്ഞ് മനസ്സ് മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ എവിടേക്കും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധത്തിന് നല്ല രീതിയിലുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ നിങ്ങളിവിടെ എന്ത് കാര്യവും സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും വലുത് ഈ വ്യക്തിയെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധമോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതവുമാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ നിങ്ങൾ രണ്ടുപേരും ദുഃഖിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ യഥാർത്ഥത്തിലുള്ള വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് മനസ്സിലാക്കുവാൻ വേണ്ടി ആഴ്ചകളോ വർഷങ്ങളോ മാസങ്ങളോ എടുത്തു എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ യഥാർത്ഥ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് അവരാരാണോ അവരെ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർത്തും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തീരുമാനത്തിലൂടെ ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വിവാഹത്തിൽ എത്തിച്ചേരേണ്ട ഒരു ബന്ധം തന്നെയായിരുന്നു. നല്ല രീതിയിൽ വളർന്ന് പൂത്ത് തളിർത്ത് വലിയൊരു വൃക്ഷമാകുന്ന ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ അതുപോലെ വളർന്നു വരേണ്ട ഒരു ബന്ധമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിധിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ യോജിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ വ്യക്തിക്കും അത്തരം ചിന്തകളും അത്തരം സത്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഈ ഒരു ബന്ധം തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ രണ്ടുപേരുടെയും സോളുകൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ ആർക്കും മുറിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളെ ഫോണിൽ കൂടെ കോണ്ടാക്ട് ചെയ്യാനോ ശ്രമിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം തുടങ്ങണം, അതുപോലെ നിങ്ങളുമായിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചു വെച്ച് പോകേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ
അതെല്ലാം പുനരുദ്ധാനം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് തീരുമാനമെടുക്കാൻ നോക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഈ വ്യക്തി അതിന് അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കയറി വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ആരാണോ നോക്കുന്നത് അവരോട് കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. തീർത്തും നിങ്ങളോട് ഒരിക്കലും സ്നേഹമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ ഉണ്ടാക്കിയ മോശപ്പെട്ട രീതികൾ, അതിലാണ്, ആ ഒരു വലയിലാണ് നിങ്ങൾ രണ്ടുപേരും വീണുപോയത്. ഒരുപക്ഷെ നിങ്ങൾ അതിലേക്ക് വീഴുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വ്യക്തി വീണുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ തീർത്തും ഇവിടെ പല മോശപ്പെട്ട പാഠങ്ങളും അല്ലെങ്കിൽ അധ്യായങ്ങൾ അവസാനിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ ഒരു തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരുമെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എവിടെയാണോ, അല്ലെങ്കിൽ ഈ വ്യക്തി എവിടെയാണോ ഇപ്പോൾ ഉള്ളത്, ആ സ്ഥലത്തേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. കാരണം ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിൽ ഇത് ശരിയാകില്ല, ഇത് മറ്റു വേണ്ടാത്ത വ്യക്തികളുടെ അല്ലെങ്കിൽ മോശപ്പെട്ട വ്യക്തികളുടെ വിജയമായി തീരുമെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള തീരുമാനങ്ങളും പദ്ധതികളും ഈ വ്യക്തി തയ്യാറായി ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് മറ്റുള്ളവരുടെ വാ മൂടി കെട്ടാനുള്ള അധികാരവും അല്ലെങ്കിൽ ഊർജവും മനോധൈര്യവും ഈ വ്യക്തിക്ക് ലഭിച്ചു എന്നുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കാരണം ഇത്രയും കാലം ഈ വ്യക്തി ഒരുപക്ഷെ തളച്ചിട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു മുറിയിൽ പൂട്ടിയിടുന്നതിന് തുല്യമായി ഈ വ്യക്തിയെ നല്ല രീതിയിൽ മറ്റുള്ളവർ നിയന്ത്രിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി തീർത്തും ഒരു സ്റ്റക്നെസ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ നിങ്ങളാണെങ്കിലും ഈ വ്യക്തിയെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതിൻ്റെയും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തതിൻ്റെയും പേരിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ പരാതികളെല്ലാം നികത്തുന്നതിന് തുല്യമായിട്ട് ഈ വ്യക്തി ഓരോ കാര്യങ്ങൾ പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വ്യക്തി ഒരിക്കലും ഒരു ബുദ്ധിയില്ലാത്ത വ്യക്തിയാണ്, മണ്ടത്തരം മാത്രം ചെയ്യുന്ന വ്യക്തിയാണ്, മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് കേട്ടും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ള ധാരണ ഇതോടുകൂടി മാറാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കിവിടെ പറയാനുള്ളത്, ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം എന്തായിരുന്നു, നിങ്ങളുടെ പ്രാധാന്യം എന്തായിരുന്നു, നിങ്ങൾ ആരായിരുന്നു എന്നുള്ള തിരിച്ചറിവുകൾ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മാരേജ് ഒക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവസാനം നമുക്ക് കുറച്ച് ഒരു പ്രണയ സന്ദേശങ്ങളും കൂടി എടുത്ത് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രണയ സന്ദേശം എന്ന് പറയുന്നത്. നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നു. അതെ, നിങ്ങളായിട്ടുള്ള ഓരോ നിമിഷവും ഈ വ്യക്തിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. എൻ്റെ മക്കളെ എനിക്ക് കാണണമെന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ദാമ്പത്യ ജീവിതത്തിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വായനയും കൂടിയാണ്. കാരണം അതിൻ്റെ എനർജി അധികമായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ കാണണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ കുറവുകളെയാണ് എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. നീയുമായി അകന്നപ്പോൾ ആണ് നീ എത്രമാത്രം എനിക്ക് വിലപ്പെട്ടതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അപ്പൊ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒരു അകലത്തിലേക്കും അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോയപ്പോഴാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാകുന്നത്. അതുവരെയും മറ്റു പലവരുടെയും വാക്കും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് നിങ്ങളെ നല്ല രീതിയിൽ അകറ്റിയിരുന്നു, വിഷമിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ ഞാൻ ഏതോ സാഹചര്യത്തിൽ തെറ്റിദ്ധരിച്ചു. അതെ, തീർച്ചയായിട്ടും ഇവിടെ ഒരു ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി ഉണ്ട്, മറ്റുള്ളവരുടെ സാന്നിധ്യമുണ്ട്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ തെറ്റിച്ച് രണ്ട് പാത്രങ്ങളിലാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അത് കുറെ കാലം അത് നീണ്ടു നിന്നു പോയി. നിങ്ങൾ ഒരുപാട് കണ്ണീര് കുടിച്ചു, ഒരുപാട് അനുഭവിച്ചു. പക്ഷേ അത് ഈ വ്യക്തി ഇപ്പോൾ അത് ഓരോന്നായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്
നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സ് മാറിയിട്ടുണ്ട്, എനർജിക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ട്. നല്ല നല്ല സന്തോഷ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.